സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ആദ്യ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന അന്യഭാഷയും പ്രവചനങ്ങളും മറ്റും ഇന്നും നിലവിലുണ്ടോ, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ്. പ്രാരംഭമായ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. നിലവിൽ ഇന്ന് ഒരു പ്രവചനമോ അന്യഭാഷയോ ദൈവസഭയ്ക്ക് നിലവിലില്ല എന്നുള്ളതാണ് തിരുവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്തു പറയുന്നു എന്നുള്ളതല്ല നമുക്ക് വിലക്കെടുക്കേണ്ട കാര്യം, ദൈവവചനം എന്തു പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് സവിസ്തരം നമുക്കതൊന്ന് ചിന്തിക്കാം. വളരെ ശാന്തമായി ഇത് കേട്ടാൽ ഇന്ന് അന്യഭാഷയും പ്രവചനവും മറ്റും ദൈവസഭയ്ക്ക് നിലവിലില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 12, 13, 14 അധ്യായങ്ങളിലാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 12-ന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് ഈ വിഷയ സംബന്ധമായി അല്പം അറിവ് കുറവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. താഴേക്ക് വായിക്കുമ്പോൾ പറയുകയാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. POC ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ സഭയിൽ അന്യഭാഷയോടുള്ള ബന്ധത്തിലും പ്രവചനത്തോടുള്ള ബന്ധത്തിലും ഒരു കലക്കമുണ്ടായി, അല്ലെങ്കിൽ കോലാഹലമുണ്ടായി, ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല സഭയിൽ കാര്യങ്ങൾ പോകുന്നത് എന്ന് പൗലോസ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഈ വിഷയങ്ങളിൽ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, അറിവില്ലാതിരിക്കരുത്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ ചെയ്യരുത് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യമാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ മാത്രമേ സംസാരിക്കാവൂ. അപ്പോൾ തന്നെ ഒരുവൻ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഒരുവൻ അന്യഭാഷ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനി ഇല്ലാതിരുന്നാൽ ഈ അന്യഭാഷക്കാരൻ അവിടെ മിണ്ടാതിരിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് പൗലോസ് അവിടെ വ്യക്തമായി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അന്യഭാഷ പറയുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം. തന്നെയുമല്ല, മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കണം. അതായത് എല്ലാം ക്രമമായും എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്ത് അപ്പോസ്തലത്വം കൊടുത്ത് ആ അപ്പോസ്തലനിലൂടെ ദൈവം ഉപദേശങ്ങൾ പടിപടിയായി ദൈവം കൊടുക്കുകയാണ്. ആ സാഹചര്യത്തിൽ ദൈവവചനം പൂർണ്ണമായി രേഖപ്പെടുത്താതിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം പ്രവാചക ശബ്ദത്തിലൂടെയും അന്യഭാഷയിലൂടെയും അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെയും ദൈവസഭയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ ആദ്യ നൂറ്റാണ്ടിലെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യമാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ പറയുകയാണ്, എന്താണ്, മറ്റൊരുവിന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. അപ്പോൾ ഇവിടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാനും പ്രബോധനം ലഭിക്കാനും. എന്താണ് പഠിക്കാനുള്ളത്? ദൈവവചനം, ദൈവത്തിൻ്റെ ആലോചനകൾ, ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ എങ്ങനെ നടക്കണം, എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ പ്രത്യാശ എന്താണ്, അതിൻ്റെ ജീവിതചര്യകൾ എങ്ങനെയാണ്, സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അന്യഭാഷയും പ്രവചനവും അതിൻ്റെ വ്യാഖ്യാനവും ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സഭാ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രവചനം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അന്യഭാഷ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആത്മീകമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം
ഇന്ന് ആയിരക്കണക്കിന് കള്ളപ്രവാചകന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പോൾ തന്നെ വ്യാഖ്യാനത്തിനൊന്നും ഒരു കുറവില്ല, പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവസഭയിൽ അല്ലെങ്കിൽ 100 പേരുള്ളൊരു സഭയിൽ ആരാധിക്കാൻ വരുന്ന കൂട്ടർ പാട്ടുപാടി ആരാധിക്കുമ്പോൾ അവിടെ 100 പേരുണ്ടെങ്കിൽ 100 പേരും അന്യഭാഷയിൽ പറയുകയാണ്. എന്നാൽ അവിടെ ആരും വ്യാഖ്യാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരാൾക്കൊരു വെളിപ്പാട് അതുണ്ടാകുന്നില്ല, അതിനെ വ്യാഖ്യാനിക്കുന്നില്ല, അല്ലെങ്കിൽ 2-3 പേര് സംസാരിക്കട്ടെ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണമെന്ന് പറയുമ്പോൾ ഈ മാനദണ്ഡം ഒന്നും ദൈവസഭകളിൽ പാലിക്കാതെ കൊരിന്ത്യ സഭയിൽ ഉണ്ടായതുപോലെ തന്നെ തെറ്റായ കൃപാവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അല്ലാതെ തെറ്റായ പ്രവണതയിൽ 100 പേരും അന്യഭാഷ പറയുന്നു, എന്നാൽ അവിടെ ആരും വ്യാഖ്യാനിക്കുന്നില്ല. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സകല പ്രാക്ടീസുകളും ചെയ്ത് അരമണിക്കൂർ തുള്ളിച്ചാടി അവിടെ ഇരിക്കുന്നു എന്നല്ലാതെ ദൈവസഭയ്ക്കോ ദൈവത്തിനോ യാതൊരു പ്രയോജനമില്ലാത്ത ഈ ഒരു തെറ്റായ പ്രാക്ടീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വചനം എന്താണ് പറയുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 ഏറിയാൽ 3 പേരോ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അത് തന്നെയുമല്ല, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാലോ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരിക്കണം. കണ്ടോ? ഇത് ദൈവസഭയിൽ ഒരു അന്യഭാഷ പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഒരു മനുഷ്യനുമില്ല. തങ്ങളുടേതായ ചില തൃപ്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തോ ഒരു ആത്മീകമായി ഒരു സന്തോഷം കിട്ടുന്നു എന്നുള്ളൊരു വ്യാജഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റായ ഈ പ്രാക്ടീസിൽ ദൈവസഭകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും തന്നെ അന്യഭാഷകൾ പറയുന്നവരുടെ ഇടയിൽ അത് കാണുന്നുമില്ല. അപ്പോൾ തന്നെ അത് വ്യാജമാണ്. ഇന്ന് സംഭവിക്കുന്നത്, നടക്കുന്നത് ദൈവികമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ദൃഷ്ടാന്തത്തിലൂടെ പൗലോസ് പറയുകയാണ്, ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ശിശുവിനെ പോലെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ പുരുഷനായ ശേഷമോ, ആ വളർച്ച പ്രാപിച്ചതിന് ശേഷമോ ആ ശിശു സഹജമായത് എന്ത് ചെയ്യും? ത്യജിച്ചു കളയും. 2 വയസ്സുള്ളപ്പോൾ ഒരു പക്ഷേ കുപ്പിപ്പാൽ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നെന്ന് വരാം. അതേ വ്യക്തി 30 വയസ്സായിട്ടും ആ കുപ്പിപ്പാൽ വെച്ചിരുന്നാലോ അത് യോഗ്യമല്ല, അത് ശിശു സഹജമായ ഒന്നാണ്, അത് കളയേണ്ട ഒന്നാണ്, അതിന് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് പൗലോസോട് പറയണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, പ്രവചനമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും. ശിശു സഹജമായി എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ശൈശവ കാലഘട്ടത്തിൽ ഈ പ്രവചനവും അന്യഭാഷയും വ്യാഖ്യാനവും അല്ലെങ്കിൽ മറ്റുള്ള ഇതര കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാനും പ്രബോധനം ലഭിക്കുവാനും വേണ്ടി ദൈവം തിരുവെഴുത്തുകൾ പൂർണ്ണമാകുന്നത് വരെ ആ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് കൊടുത്തിരുന്നു. എന്നാൽ പൂർണ്ണമായ തിരുവെഴുത്ത് രേഖപ്പെടുത്തി വച്ചതിന് ശേഷം ഒരു പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ഒരു അന്യഭാഷക്കാരൻ്റെയോ ആവശ്യം വരുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ 400 ഭാഷകളുണ്ടെന്ന് പറയുന്നു. അതിലേറിയ ഭാഷകളിലും ബൈബിള് രേഖപ്പെടുത്തി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മലയാളം അറിയാവുന്ന നമ്മുടെ ഇടയിൽ നമുക്ക് മലയാളത്തിൽ സംസാരിച്ച് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അന്യഭാഷയുടെ ആവശ്യമോ പുതിയതായ എന്തെങ്കിലും വെളിപ്പാടിൻ്റെ കാര്യമോ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രവചനവും അന്യഭാഷയും ഈ ദൈവസഭയ്ക്ക് ഇന്ന് ആവശ്യമില്ല എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയുമല്ല 13-ന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഉദാഹരണം ചിന്തിച്ചാൽ, നമുക്ക് ഒരു ഭവനം പണിയുകയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ തന്നെ ആ ഭവനം പണിയുന്നതിന് മുൻപേ ഒരു ചെറിയൊരു കൊച്ചു വീട് താൽക്കാലികമായി താമസിക്കുവാൻ നമ്മളവിടെ കെട്ടും. ആ പൂർണ്ണമായിട്ടുള്ള ആ നല്ല വീടിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ആ ഷെഡ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി ആ പുതിയ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു, അല്ലേ? ആ ശൈശവകാലത്തിൽ, തുടക്കകാലത്തിൽ ചില കാര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടുള്ളത് വന്നു കഴിയുമ്പോൾ ആ അപൂർണമായിട്ടുള്ളത് മാറിപ്പോകും, അത് നീങ്ങിപ്പോകും എന്നുള്ളത് വചനം പറയുകയാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും സംശയങ്ങൾ ഉദിക്കാം. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ മറ്റാരേക്കാളും കൂടുതൽ അന്യഭാഷകൾ സംസാരിക്കുന്നു, നിങ്ങളും അന്യഭാഷയ്ക്കായിട്ട് വാഞ്ചിപ്പിൻ, അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. ഇതെല്ലാം വാസ്തവമാണ്. ഏത് കാലഘട്ടത്തിൽ? ശൈശവ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. കാരണം ദൈവസഭയിൽ ദൈവമക്കൾ കൂടി വരുമ്പോൾ
ദൈവം ഇങ്ങനെ പ്രവാചകന്മാരിലൂടെയും അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളിലൂടെയും ഈ ദൈവിക സത്യങ്ങളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഇന്ന് കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ ബൈബിൾ അവരുടെ കയ്യിലില്ല, തിരുവെഴുത്ത് പൂർണ്ണമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ദൈവം ആ വിധത്തിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്, അല്ലേ? നമുക്കിന്ന് ഫോണുണ്ട്, ഫോൺ വിളിച്ചാണ് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ അറിയുകയും ചെയ്യുന്നത്. ഈ ഫോൺ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് അഞ്ചലോട്ടക്കാർ മുതൽ നമുക്ക് പരിശോധിച്ചാൽ ഈ ലെറ്ററും കൊണ്ട് ഓടി ആ സന്ദേശം കൈമാറുന്ന ആ സിസ്റ്റം അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നെന്താണ്? ഇന്ന് ആധുനിക ടെക്നോളജിയിലൂടെ ഒത്തിരിയേറെ നമുക്ക് ഈ ഈ നമ്മുടെ ഈ ലോകം വളരെ പുരോഗമിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ പഴയ കാര്യങ്ങളൊന്നും നമുക്കിന്ന് ആവശ്യമില്ല, അല്ലേ? ഇന്ന് ആരെങ്കിലും അഞ്ചലോട്ടക്കാരെ വെച്ചുകൊണ്ടൊരു സന്ദേശം കൊടുക്കുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്, മറ്റുള്ള സംവിധാനങ്ങൾ ഇരിക്കുകയാണ്, കമ്പ്യൂട്ടർ ഇരിക്കുകയാണ്. നമുക്ക് ആ സംവിധാനത്തിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നു. ആ ഒരു വിവേചനം തന്നെ നമുക്ക് ഈ തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്, തെറ്റായിട്ടുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യരുത്, ദൈവസഭയിൽ കോലാഹലമുണ്ടാക്കരുത്, കലക്കമുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത് ഈ സഭയിൽ ഇതെല്ലാം ഉണ്ടായതുകൊണ്ടാണ് പൗലോസ് അതെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച തിരുവചന ഭാഗങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 14:27 മുതൽ 32 വരെ, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുമാണ് നമ്മൾ വായിച്ചത്. ഇവിടെയെല്ലാം ദൈവസഭയ്ക്ക് പൂർണ്ണമായിട്ടുള്ള തിരുവചനം കരങ്ങളിൽ ലഭിക്കുന്നതുവരെ അന്യഭാഷയും പ്രവചനവും മറ്റുള്ള ഇതര കാര്യങ്ങളൊക്കെയും ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തിരുന്നു. എന്നാൽ അത് ദൈവവചനം എഴുതി പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിന്നുപോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. നമുക്കങ്ങനെ പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ അങ്ങനെ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുകയും എന്നാൽ ആ ഉദ്ദേശം പൂർണ്ണമായി കഴിയുമ്പോൾ ആ ശുശ്രൂഷയെ ദൈവം നിർത്തിക്കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിനാധാരമായിട്ട് 1-2 വാക്യങ്ങളെ വായിക്കാം. ദൈവം തുടങ്ങിയതും പിന്നീട് ദൈവം എടുത്തു കളഞ്ഞതുമായ പല ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് യോശുവയുടെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കാനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. നമുക്കറിയാം, ഇസ്രായേലിനെ ദൈവം അത്ഭുതകരമായി മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ഭക്ഷണത്തിനായി മന്ന കൊടുത്തു. എന്നാൽ ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞ ദേശത്ത് അവരെ എത്തിയപ്പോൾ, ഗിൽഗാലിൽ എത്തിയപ്പോൾ അവിടെ മന്ന നിന്നുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായ സംഭവം. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണമായി മന്ന കൊടുത്തിരുന്നു. എന്നാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്ന ആ ദേശത്ത് എത്തിച്ചപ്പോൾ ആ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവനം കഴിക്കുവാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കിയപ്പോൾ അതുവരെ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥയായ മന്ന എന്ത് ചെയ്തു? അത് ദൈവം നിർത്തിക്കളഞ്ഞു. പൂർണ്ണമായിട്ടുള്ളത് വരുമ്പോൾ അംശമായിട്ടുള്ളത് നീങ്ങിപ്പോകും. കാരണം ദൈവം മറ്റൊരു സംവിധാനം ഒരുക്കുമ്പോൾ പഴയ സംവിധാനത്തെ ദൈവം നിർത്തൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പൊളിച്ചു കളയുന്നു. ഇപ്പോൾ യോശുവയുടെ പുസ്തകം 5-ന്റെ 12-ാം വാക്യമാണ് മന്ന നിന്നുപോയതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും, പകലിൽ ദൈവം മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേലിൻ്റെ ആ യാത്രാവേളയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർക്ക് പകൽ തണലായും രാത്രി അവർക്ക് വെളിച്ചമായും ദൈവം മേഘസ്തംഭത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ യാത്രയ്ക്കൊടുവിൽ അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചപ്പോൾ ഈ മേഘസ്തംഭവും മേഘത്തൂണും അഗ്നിത്തൂണും ഒക്കെയും അത് മാറ്റപ്പെട്ടു. പൂർണ്ണമായിട്ടുള്ള ആ സജ്ജീകരണം ദൈവം ക്രമീകരിച്ചപ്പോൾ താൽക്കാലികമായിട്ടുള്ള സംവിധാനത്തെ ദൈവം ചെയ്തു നീക്കിക്കളഞ്ഞു. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 10ഓളം ബാധകളെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? 10ഓളം ബാധകളെ നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവം മോശയിലൂടെ ഈ 10ഓളം ബാധകളെ ചെയ്യുവാൻ ദൈവം കഴിവ് കൊടുത്തു, ദൈവം കൃപ കൊടുത്തു, അല്ലെങ്കിൽ അധികാരം കൊടുത്തു. അങ്ങനെ 10ഓളം കാര്യങ്ങൾ, അത്ഭുതങ്ങളെ ചെയ്തു അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ 10 ബാധകളെ ഇത്തരത്തിൽ അയക്കേണ്ട ആവശ്യകത ദൈവത്തിനുണ്ടായിരുന്നോ?
ഇല്ല. പിന്നീട് കാണുന്നത് യോർദാൻ്റെ ആ വേർപിരിയൽ, അല്ലെങ്കിൽ യോർദാൻ്റെ രണ്ടാവൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ദൈവം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം 10ഓളം മഹാമാരികൾ അല്ലെങ്കിൽ മഹാബാധകൾ അയച്ചു. അത് വീണ്ടും ദൈവം എന്ത് ചെയ്യുന്നില്ല, തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ചെയ്യുന്നതായി കാണുന്നില്ല. അവിടെ 10ഓളം ബാധകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആ 10 ബാധകൾ അവിടെ അയച്ചത്. എന്നാൽ തുടർന്ന് അത് കാണുന്നില്ല. കാരണം എന്താ? അതിൻ്റെ ആവശ്യകത, ആ ഫറവോൻ്റെ ആ പിടിയിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാൻ അത് ആവശ്യമായിരുന്നു. ദൈവം അത് ചെയ്തു. അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതി അതിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യങ്ങളെ ആയി മുന്നോട്ട് ദൈവം പോവുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ആകാശത്ത് നിന്ന് തീ ഇറക്കിയിട്ടുണ്ട്, ഭൂമി പിളർന്നിട്ടുണ്ട്, ചെങ്കടൽ വറ്റിച്ചിട്ടുണ്ട്, യോർദാൻ വറ്റിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ മഴ പെയ്യിപ്പിക്കാതിരുന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് 2024 ജീവിക്കുന്ന ഞാൻ ചിന്തിക്കുകയാണ്, മോശയെ പോലെ 10 ബാധകൾ അയക്കാനുള്ള കഴിവ് എനിക്കും വേണം എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്കാലിൽ തപസ് നിന്നാൽ ദൈവം എനിക്കത് തരുമോ? കാരണം ദൈവം അത് തരേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിനാണ് എനിക്കത് വേണ്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് 40 വർഷം മന്ന പൊഴിച്ച ഇസ്രായേലിന് വേണ്ടി മന്ന പൊഴിച്ചതുപോലെ എൻ്റെ ദേശത്ത് എല്ലാവർക്കും ഇന്ന് തുടങ്ങി മന്ന പൊഴിച്ച് കൊടുക്കണം, കാരണം കർത്താവ് അത് ചെയ്തതാണ്, ഇവിടെയും ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ വല്ല കാര്യമുണ്ടോ? കാരണം ഇന്ന് ദൈവം വെച്ചിരിക്കുന്നത് മറ്റു വ്യവസ്ഥയില്ല. പൗലോസ് പറയുന്നു, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, പണിയെടുത്ത് വേല ചെയ്ത് അതുകൊണ്ട് ഉപജീവനം കഴിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. മന്ന പൊഴിച്ചു തരാമെന്നല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനത്തിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്, അത് സത്യമാണ്. ദൈവം ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ, ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷകളൊക്കെയും നിശ്ചിത കാലത്തേക്കും പ്രത്യേക ഉദ്ദേശത്തിനും വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. ആ ഉദ്ദേശവും ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്തി അടുത്ത തലത്തിലേക്ക് ദൈവം പോവുകയാണ്, അടുത്ത ലെവലിലേക്ക് ദൈവം ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ താൽക്കാലികമായി ദൈവം കൊടുത്ത ആ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്? തനിയാവർത്തനമായി റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. അത് ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. 10ഓളം ബാധകൾ കാണിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ തന്നെ മന്ന മരുഭൂമിയിൽ പൊഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ചെങ്കടൽ പിളർക്കേണ്ടത് ആവശ്യമായിരുന്നു. യോർദാൻ പിളർക്കേണ്ടത് ആവശ്യമായിരുന്നു, അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയും ജനത്തിന് കാടപ്പക്ഷികളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ആ കയ്യെത്ത ദൂരത്ത് എത്തിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു. ഇതെല്ലാം ദൈവവചനത്തിൽ ദൈവം തക്കതായ കാരണസഹിതം ആവശ്യ സന്ദർഭത്തിൽ ചെയ്തതാണ്. എന്നാൽ ഇന്ന് ദൈവം കൊടുത്തിരിക്കുന്ന സിസ്റ്റം മറ്റൊന്നാണ്. കൃപായുഗ സുവിശേഷത്തിൽ രക്ഷയ്ക്കുള്ള മാർഗവും രക്ഷിക്കപ്പെടുന്നവർ എന്ത് ചെയ്യണമെന്നും ദൈവസഭയ്ക്ക് എങ്ങനെ ആയിരിക്കണമെന്നും സമൂഹത്തോടും ഈ രാജ്യത്തോടും എങ്ങനെ ആയിരിക്കണമെന്നൊക്കെയും ദൈവം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവവചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് ശരിയായി വിഭജിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇത് സത്യങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് വീണ്ടും പറയുകയാണ്, പറഞ്ഞ വാക്ക് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കൃപാവരങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് പറഞ്ഞ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും വചനം എഴുതിയിട്ടുള്ളത് ഞാൻ കണ്ടു, ആ വചനം ഇന്ന് നിവർത്തിക്കണമെന്ന് ഞാൻ ഏറ്റെടുത്ത് വാശി പിടിച്ചാൽ നടക്കുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവം അത് എന്തിനു വേണ്ടി കൊടുത്തു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളത് വരുമ്പോൾ അപൂർണമായിട്ടുള്ളത് അത് നീങ്ങിപ്പോകുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ച പല കാര്യങ്ങൾ, അല്ലേ, പല കാര്യങ്ങളും തിരുവചനം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ പ്രവചനവും അന്യഭാഷയും നിന്നുപോയി. അപ്പോൾ തന്നെ ദൈവം എത്തിക്കേണ്ട ദേശത്ത് എത്തിച്ചപ്പോൾ മന്ന അത് നിന്നുപോയി. അപ്പോൾ തന്നെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം മരുഭൂമി പ്രയാണത്തിൽ ചെയ്തു. എന്നാൽ കനാൻ ദേശത്ത് എത്തിയപ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങളെ ദൈവം, പഴയ കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങളെ ദൈവം ഒഴിവാക്കുകയും പുതിയതായി ചില കാര്യങ്ങളെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ആ ജനത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ കൂടി ഇതിനാധാരമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഈ കൃപാവരങ്ങളും സകലതും, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകലതും, ഒരു പക്ഷേ സ്നേഹമൊഴിച്ച് ബാക്കിയെല്ലാം, ഉൽപ്രാപണം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ശേഷം നമുക്ക് ഒന്നും തന്നെ ആവശ്യമില്ല, അല്ലേ? അവിടെ ഒരു പ്രവചനവും അന്വേഷണവും യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉൽപ്രാപണം കഴിഞ്ഞാൽ നമുക്കിത് എന്തിനാണ്? ഇതൊന്നും ആവശ്യമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ദൈവസഭ ഭൂമിയിലായിരിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങളാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉന്നതമായിട്ടുള്ള പ്രത്യാശയെക്കുറിച്ചും സ്വർഗത്തിൽ നാം എത്തുമ്പോൾ, സ്വർഗീയ പൗരന്മാരെ എത്തുമ്പോൾ അവിടെയുള്ള പൊസിഷനെക്കുറിച്ചും നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെയും ബൈബിളിൽ അല്പമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് വരുവാനുള്ള മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം നിസ്സാരമാണ് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുവാനുള്ളൊരു മഹത്വം അത് വലുതാണ്. ഇൻ ക്രൈസ്റ്റിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് വലിയ മഹത്വവും പദവികളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ
ഈ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 2 തിമോത്തിയോസ് 3:13 വാക്യം. 2 തിമോത്തിയോസ് 3 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഇവിടെ ദുഷ്ടമനുഷ്യരും മായാവികളും എന്ന് പറഞ്ഞിരിക്കുന്നത് കപടനാട്യക്കാരെന്നുള്ളതാണ്. ഈ മായാവിക്കുള്ള മറ്റൊരു പദപ്രയോഗം POC ബൈബിളിൽ ഞാൻ കണ്ടത് കപടഭക്തിക്കാർ, അല്ലെങ്കിൽ കപടനാട്യക്കാർ. അതായത് കപടം നടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ആക്ടിങ് ചെയ്യുക, അതായത് അഭിനയിക്കുക. മനസ്സിലായോ? ദുഷ്ടമനുഷ്യരും ഈ ഇങ്ങനെ കപടമായി അഭിനയിക്കുന്നവരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. പൗലോസ് തിമോത്തിയോസിനോട് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ 2 കൂട്ടം ജനങ്ങളെ അവിടെ കാണിക്കുകയാണ്. ഒന്ന്, കപടനാട്യം അല്ലെങ്കിൽ നന്നായി ആക്ട് ചെയ്ത് ദോഷത്തിലും ദുഷ്ടതയിലും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മുതിർന്ന് നാശത്തിലേക്ക് പോകുന്നൊരു കൂട്ടരെ കുറിച്ചും, എന്നാൽ ദൈവത്തിൻ്റെ സത്യവചനം കിട്ടിയവർ അത് കൃത്യമായി ശുശ്രൂഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. 2 കൂട്ടരായിട്ടുള്ള ആളുകളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ക്രിസ്തീയ ഗോളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ദുഷ്ടമനുഷ്യരും മായാവികളും എന്ന് പറഞ്ഞാൽ കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അനേകർ അതിൻ്റെ പുറകെ പോവുകയാണ്. അതായത് കൂടുതലായിട്ടും വഞ്ചിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അന്യഭാഷയും പ്രവചനവും, അല്ലേ? തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അതിൻ്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെയൊക്കെ ദൈവസഭയിലാക്കി വെച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെറ്റായി ഉപയോഗിക്കുമ്പോൾ അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം അവരായിത്തീരുന്നൊരു കാഴ്ചയെക്കുറിച്ചും പൗലോസോടെ പറയുന്നുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിക്കാം. അതായത് വ്യാജന്മാരുടെ തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 30 അധ്യായത്തിൻ്റെ 10 വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30 അധ്യായത്തിൻ്റെ 10 വാക്യം ഇങ്ങനെ പറയുകയാണ്: അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ, വ്യാജങ്ങളെ പ്രവചിപ്പിൻ, വഴിവിട്ട് നടപ്പിൻ, പാത തെറ്റി നടപ്പിൻ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുൻപിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങളാണ് ഇവിടെ പൊങ്ങി വരുന്നത്. അതായത് കേൾക്കുവാനും കാണുവാനും ഇമ്പമുള്ള ചില കാര്യങ്ങളെ മാത്രം ഞങ്ങളോട് പറയുക, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചൊന്നും ഞങ്ങളോട് പറയണ്ട എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് 4 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ചു അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നതെന്നാൽ, എത്രയോ മഹത്വമുള്ളൊരു കാര്യം പിടിച്ചുകൊണ്ടാണ് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും അല്ലെങ്കിൽ ദൈവരാജ്യത്തെയും ചൊല്ലി സത്യം ചെയ്ത് തിമോത്തിയോസിനോട് പറയുകയാണ്: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കണ്ടോ, ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും അപ്പോൾ തന്നെ പ്രബോധിപ്പിക്കുകയും വേണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്: അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർബധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഇവിടെ പറയുന്നതാണ്, പത്യോപദേശത്തിന് ചെവി കൊടുക്കാതെ കർണരസമായത്, അതായത് കേൾക്കുവാൻ ഇമ്പമുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിയും. എന്താണ് മനുഷ്യന് കേൾക്കുവാൻ ഇമ്പമുള്ള കാര്യങ്ങൾ? എനിക്ക് വീട് കിട്ടുന്ന കാര്യം, കാറ് കിട്ടുന്ന കാര്യം, വലിയ ജോലി കിട്ടുന്ന കാര്യം, അല്ലെങ്കിൽ തണുപ്പുള്ള രാജ്യത്തേക്ക് പോകുന്ന പ്രവചനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് ചേർന്ന പ്രബോധകരെ വിളിച്ച് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ വിളിക്കുന്നു, ഇന്ന് ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ട് എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നവരെ വിളിച്ച് അവർക്ക് അവരുടെ ഈ കർണരസമായ കാര്യങ്ങളെ കേട്ട് വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അവർ അടിക്കടി നാശത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. പൗലോസ് പറയുകയാണ്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾക്കുന്ന കാലം വരും.
എനിക്ക് ദൈവം അത് ചെയ്തു തന്നു, ഇത് ചെയ്തു തന്നു. ഇത് ക്രിസ്തീയ ഗോളത്തിൽ മാത്രമല്ല, മറ്റെല്ലാ ഗോളത്തിലും കേൾക്കുന്നൊരു കാര്യമാണ്. ഞാൻ അവിടെ പോയപ്പോൾ എനിക്കത് സംഭവിച്ചു, എനിക്ക് ഇവിടെ പോയപ്പോൾ ഇത് ലഭിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രിസ്തീയ ഗോളത്തിലും കർത്താവിൻ്റെ നാമം എടുത്തുകൊണ്ട് പലതും ഞങ്ങൾക്ക് കർത്താവിലൂടെ ലഭിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ സത്യവചനത്തിൽ നിന്നും മനുഷ്യനെ വഴിമാറ്റി ഈ ലോകത്തിൻ്റെ പ്രത്യാശയിൽ പിടിച്ചിടുന്ന, ഒന്ന് പറയുന്ന ലേഖനം 15:19 പറയുന്നുണ്ട്, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചതെങ്കിൽ നാം ഏറ്റവും അരിഷ്ട മനുഷ്യരാണ്, ഏറ്റവും നിർഭാഗ്യവാന്മാരാണെന്നാണ് POC ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ പദങ്ങളെ ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൈബിളിലെ കൂടി ചേർത്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ പ്രത്യാശ മാത്രമാണ് ക്രിസ്തുവിൽ വെച്ചിട്ടുള്ളെങ്കിൽ സകല മനുഷ്യരിലും ഏറ്റവും നിർഭാഗ്യവന്മാർ, ഭാഗ്യം കെട്ട മനുഷ്യരാണ് ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാ എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ നമുക്ക് ഉന്നതമായ ചിന്തയാണ് വേണ്ടത്. ഈ ലോകത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, ഉന്നതത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ചില പ്രാക്ടീസുകൾ തിരിച്ചറിവില്ലാതെ ഈ പ്രവചനവും അന്യഭാഷയും ഇന്ന് ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഇത് ഉണ്ട് എന്ന് നടിക്കുകയും, അതായത് നേരത്തെ പറഞ്ഞു മായാവികൾ എന്ന് പറഞ്ഞാൽ കപടനാട്യക്കാർ, നന്നായിട്ട് അഭിനയിക്കുന്നവർ, അഭിനയിക്കാൻ കഴിവുള്ള ശുശ്രൂഷകർ എന്ന് ദൈവ ശുശ്രൂഷകരല്ല, അവർ സ്വന്തം വയറിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരാണ്. അതായത് സമ്പാദ്യവും കാശും ഉണ്ടാക്കുവാൻ വേണ്ടി ഈ വചനവും എടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ള ജനങ്ങളെ പറ്റിക്കുന്ന ശുശ്രൂഷകർ. സത്യം, ഇത് ഞാൻ തുറന്നു പറയുന്നത് ദൈവവചനത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് ഇവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അടുത്തൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം നമ്മൾ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീക ഗോളത്തിലെ ഈ വിഷയത്തിലുള്ള തട്ടിപ്പും കാര്യങ്ങളും ഒന്നും ക്രമമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ നമുക്കിത് ഇടയായിത്തീരും. മർക്കോസ് എഴുതിയ സുവിശേഷം, അതായത് ഈ വ്യാജ തട്ടിപ്പുകളും അല്ലെങ്കിൽ വ്യാജ കാര്യങ്ങളും ഇന്ന് ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് വാസ്തവവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം ഒരു വാക്യം ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇത് സത്യസന്ധമായ 100% ശരിയായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഇത് എന്തിനു വേണ്ടി, ഏത് കാലത്തേക്ക് വേണ്ടി, എന്ത് ഉദ്ദേശത്തോടു കൂടി കർത്താവ് അത് പറഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കർത്താവാണല്ലോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ തന്നെ പറയുകയാണ്, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ, എന്ന് പറഞ്ഞാൽ വിഷം കുടിച്ചാൽ പോലും അവർ മരിക്കുകയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ മതി അവർ സൗഖ്യമാകും. മനസ്സിലായോ? ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്നു. അപ്പോൾ ഈ വാക്യം എന്ന് ക്രിസ്തീയ ഗോളത്തിൽ എടുത്തുകൊണ്ട്, അതായത് എന്താണ്, 5 കാര്യങ്ങൾ അവിടെ കർത്താവ് പറയുകയാണ്. പിശാചിനെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, വിഷം കുടിച്ചാലും മരിക്കില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. വാസ്തവത്തിൽ യഹൂദൻ അനുഭവിക്കാൻ പോകുന്ന മഹാപീഡാകാലത്തിൽ അവർ അനുഭവിക്കുന്ന ആ കഷ്ടത്തിന് നടുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അവരാൽ ഇത് ഇങ്ങനെ നടക്കുമെന്നാണ് കർത്താവ് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം യഹൂദനൊരു പീഡാകാലമുണ്ട്. ആ പീഡാകാലം അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ കഷ്ടമാണ്. ആ സമയത്ത് ഈ പൈശാചികൻ്റെ ആക്രമണവും അല്ലെങ്കിൽ മറ്റുള്ള ഈ സുവിശേഷം പറയാൻ പുതുഭാഷകളിൽ സംസാരിക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഈ സർപ്പങ്ങളുടെ പ്രവൃത്തികളെ അഴിക്കുവാനുണ്ട്, അല്ലെങ്കിൽ അവരെ പിടിച്ചെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ മാരകമായ ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെള്ളം കുടിച്ചാൽ മരിച്ചു വീഴുന്നൊരു സാഹചര്യം ഭൂമിയിൽ കടന്നു വരും. ആ സാഹചര്യത്തിൽ അത് കുടിച്ചാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടെ യാതൊരു ഹാനിയും വരികയില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പീഡാകാലം എന്ന് പറയുന്ന ഒരു 7 വർഷത്തെ കാലം, അതിൻ്റെ 3.5 വർഷക്കാലം എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ യഹൂദൻ അവൻ്റെ നടുവിൽ കിടന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കഷ്ടതയുടെ ചൂളയിലിട്ട് അവരെ ഒരുക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടെയും ദൈവം എന്ത് ചെയ്യുകയാണ്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ആ സംഭവത്തെക്കുറിച്ചാണ് ഇതെല്ലാം. പിശാചിനെ പുറത്താക്കുമെന്നും പുതുഭാഷകളിൽ സംസാരിക്കുമെന്നും സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്നും വിഷം കുടിച്ചാലും മരിക്കുകയില്ല എന്നും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകുമെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് ഉദ്ദേശം വേറെയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ നമ്മോടല്ല ഈ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
നമ്മോടാണ് എന്ന് കരുതി നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ഇന്ന് ക്രിസ്തീയ കുലത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി തെറ്റായ പ്രാക്ടീസുകൾ. ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഒരു സ്റ്റേജിൽ ഒരു പാമ്പിനെയും പിടിച്ചുകൊണ്ടൊരു ഇംഗ്ലീഷുകാരൻ ശുശ്രൂഷിക്കുകയാണ്. കാരണം സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ആ പാമ്പിൻ്റെ കടി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കൊണ്ടിട്ട് ഏകദേശം മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒരുവൻ സ്റ്റേജിൽ കയറി വിഷം കുടിച്ചു. മാരകമായി എന്ത് കുടിച്ചാലും ഞാൻ മരിക്കുകയില്ല, കർത്താവിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഈ വചനം എടുത്തുകൊണ്ട് വിഷം കുടിച്ച ആൾ മരിച്ചു വീണു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരല്ലേ അവർ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ടാണ് ഈ അടയാളങ്ങളൊന്നും നടക്കാതിരുന്നത്? പാമ്പിനെ പിടിച്ചവൻ അത് കടികൊണ്ടു മരിച്ചു, വിഷം കുടിച്ചവൻ ആ വിഷമേറ്റ് മരിച്ചു. ഇങ്ങനെ തെറ്റായ പല കാര്യങ്ങളും. അപ്പോൾ തന്നെ പിശാചിനെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുമെന്ന് പറയുന്നു. അങ്ങനെ രോഗികൾക്ക് സാമ്പത്തികമായിട്ടുള്ള നന്മകളെ കൊടുത്ത് അഭിനയിപ്പിച്ച് ഞങ്ങൾ ഈ രോഗസൗഖ്യം വന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇന്ന് ലോകത്ത് തട്ടിപ്പുകൾ നടക്കുകയാണ്, അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഇത് പീഡാകാലം എന്ന് പറയുന്ന 7 വർഷത്തെ കാലയളവിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ഞാനത് വെളിപ്പാട് പുസ്തകം കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അത് നമുക്ക് തെളിവായി കിട്ടും. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഗ്രേറ്റ് കമ്മീഷൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരോട് ദൈവരാജ്യ ശുശ്രൂഷയുടെ ബന്ധത്തിൽ, ദൈവരാജ്യ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഒരു ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുവാനിടയായിത്തീർന്നു. അതെങ്ങനെയാണ്? യേശു മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ജലസ്നാനമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ട് എന്നരുളി ചെയ്തു. കർത്താവാണല്ലോ ഇത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം നമുക്കറിയാം, രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അതിനെ അല്പമായിട്ടുള്ള നിർത്തൽ ചെയ്തുകൊണ്ട് ദൈവം കൃപയുടെ സുവിശേഷം എന്നുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയുടെ പണിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഉപദേശമാണ് പൗലോസിന് നൽകിയ 13 ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ ദൈവസഭയ്ക്കുള്ള കാര്യങ്ങളും ഉപദേശങ്ങളെല്ലാം പൂർണ്ണമാണ്. ആ പൂർണ്ണമായിട്ടുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ അന്യഭാഷയും പ്രവചനവും എല്ലാം നിന്നുപോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും കർത്താവ് പറയുന്ന ഈ വാക്യമെടുത്ത് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പറഞ്ഞു, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അത് ചെയ്യുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? അവരെ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും അവരെ പഠിപ്പിക്കണം, അങ്ങനെ ചെയ്യിപ്പിക്കണം എന്നാണ് കർത്താവോട് പറഞ്ഞത്. എങ്കിൽ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങളെ ഞാനൊന്ന് പറഞ്ഞു തരാം. സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മത്തായി 6:19 പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതരുത്, ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് പാടില്ല. മത്തായി 19:21 നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14:13 വാക്യം, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണ് നിനക്ക് ഇടർച്ചയാണെങ്കിൽ ചൂഴ്ന്നെടുത്ത് കളയുക, കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അത് വെട്ടിക്കളയുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉപദേശങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ പുറപ്പെട്ട് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. തന്നെയുമല്ല, ഞാൻ പ്രമാണിപ്പാൻ തക്കവണ്ണം ഞാൻ കൽപ്പിച്ചതൊക്കെയും എന്ത് ചെയ്യണം? ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഇവിടെ 4-5 കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. ഭൂമിയിൽ നിക്ഷേപം കരുതരുത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നീ വിരുന്ന് കഴിക്കുമ്പോൾ VIP കളെല്ലാം വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കിയുള്ള ഭക്ഷണം അനാഥാലയത്തിൽ കൊണ്ട് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ആ അനാഥരായ പാവപ്പെട്ടവരെ വിളിച്ച് വിരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഗ്രേറ്റ് കമ്മീഷനിൽ ആകെ ക്രിസ്തീയ കുളം ചെയ്യുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ സ്നാനം ചെയ്യുന്നുണ്ട്. ബാക്കി കർത്താവ് പഠിപ്പിച്ചതൊന്നും ഇവിടെ ചെയ്യുന്നതായി കാണുന്നില്ല. ബാങ്ക് ബാലൻസ് ഇല്ലാതിരിക്കുന്നില്ല, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്ന് കളയുന്നില്ല, കൈവെട്ടി കളയുന്നില്ല. വിരുന്ന് കഴിക്കുമ്പോൾ പിച്ചക്കാരെയൊന്നും നമ്മൾ ആരെയും വിളിക്കുന്നുമില്ല. അപ്പോൾ ഈ 4-5 കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ആ ഒരു ആത്മീക നിലവാരമല്ലേ നമ്മുടെ ക്രിസ്തീയ കുളത്തിലുള്ളത്? അപ്പോൾ ഇതെന്തിനാണ് കർത്താവ് ഇങ്ങനെ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞതെന്നും രാജ്യത്തിൻ്റെ സുവിശേഷത്തിലുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോഴാണ് ഇതെല്ലാം ശിഷ്യന്മാർ അവർ ഫോളോ ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വിറ്റ് ദരിദ്രർക്ക് അവർ കൊടുത്തു, വിറ്റ് ആദിമസഭ വിറ്റ്
ആ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ആ സമ്പത്ത് കൊണ്ട് കൊടുത്തു. കാരണം എന്താ? ദൈവരാജ്യം ഓടി വരികയാണ്. അവർക്ക് ഈ ഭൂമിയിൽ നിക്ഷേപമില്ല. അവരുടെ നിക്ഷേപം മുഴുവനും എല്ലാവർക്കുമായി കൊടുത്ത് സമത്വമുള്ളവരായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഇന്നത്തെ ക്രിസ്തീയ ഗോളം ഇതെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഒരു പുതുഭാഷയെടുത്തു, അപ്പോൾ തന്നെ ഒരു ജലസ്നാനം എടുത്തു, അതിൻ്റെ കൂടെ ഈ പിശാചിനെ പുറത്താക്കുന്നു എന്നുള്ള ഒരു പരിവേഷം എടുത്തിട്ട് ചില ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കർത്താവിൻ്റെ ഈ കൽപ്പനകളൊന്നും ഈ കൂട്ടർ അനുസരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാനും ഈ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയോ ഭൂമിയിൽ നിക്ഷേപം കരുതാതിരിക്കുകയോ ചെയ്യാത്തവനല്ല. അപ്പം ഞാനും ഈ വിഷയത്തിൽ തെറ്റിക്കിടക്കുന്നവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ ഈ വചനമനുസരിച്ച് ഒന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയുക? അവിടെയാണ് കൃപയുടെ സുവിശേഷം എന്നുള്ള ഓപ്ഷൻ. ഇവിടെ കർത്താവ് പൗലോസിലൂടെ വെളിപ്പെടുത്തുന്നത് മറ്റൊരു ഉപദേശമാണ്, മറ്റൊരു ശുശ്രൂഷയാണ്. നമുക്ക് വളരെ ആനന്ദത്തോടു കൂടി ഏറ്റെടുത്ത് രക്ഷ പ്രാപിക്കുവാനും സ്വർഗത്തിന് വലിയ ഫലങ്ങളെ നേടുവാനും തക്കവണ്ണമുള്ള ശുശ്രൂഷയാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃപയുടെ സുവിശേഷം കൂടെ കൂടെ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതായത് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ 21-ാം വാക്യം മുതൽ നമുക്കവിടെ അറിയാം, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ പൊതുഭാഷകളിൽ അന്യഭാഷകളിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുമുണ്ട്. ഇതെല്ലാം രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കും അല്ലെങ്കിൽ മരണകരമായി യാതൊന്ന് കുടിച്ചാലും മരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒരു വാക്യം മാത്രം നമുക്കൊന്ന് എടുക്കാം. മർക്കോസ് 16-ന്റെ 18-ാം വാക്യവും അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളും നമുക്കൊന്ന് വായിക്കാം. ഒരു ഉദാഹരണം മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ അതോടൊപ്പം ചിന്തിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ മർക്കോസ് 16-ന്റെ 18 എന്താണ്? മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല, മനസ്സിലായി, നിങ്ങൾ മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, മുദ്രകളിൽ ഒന്നൊന്നായി പൊട്ടി അവസാനം 4-ാം മുദ്ര, 5-ാം മുദ്ര, 6-ാം മുദ്രയിൽ റാപ്ചർ സംഭവിച്ച് നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ അവിടെ വീണ്ടും കർത്താവ് 7-ാം മുദ്ര പൊട്ടിക്കുകയാണ്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടാവുകയാണ്. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ആ പീഡാകാലത്തിൻ്റെ തുടക്കമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലൂടെ സംഭവിക്കുന്ന കഠോരമായിട്ടുള്ള പീഡയിലൂടെ ഈ ഭൂമിയിലുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്നൊരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 3-1 നീരുറവുകളിൽ മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി, വെള്ളം കയ്പായി, മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കണ്ടോ, ഇവിടെ പീഡാകാലം ആരംഭിക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടി 1-ാം ദൂതൻ, 2-ാം ദൂതൻ, 3-ാം ദൂതൻ അങ്ങനെ ഊതി വരുമ്പോൾ 3-ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഇത് ആകാശത്ത് നിന്നൊരു നക്ഷത്രം നീരുറവുകളിൽ വീഴുകയാണ്. അതിൻ്റെ പേര് കാഞ്ഞിരം എന്നാണ്. കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയ്പുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ വീഴുമ്പോൾ ഇത് കാഞ്ഞിരം പോലെ കയ്പുള്ളതായി. മനുഷ്യർക്ക് വെള്ളം കുടിക്കണമല്ലോ. ഈ വെള്ളം ദാഹിക്കുമ്പോൾ കയ്പാണെന്ന് നോക്കിയില്ല, മനുഷ്യരത് കുടിക്കും. കുടിക്കുന്നവർ മരിച്ചു വീഴുകയാണ്. അപ്പോഴാണ് കർത്താവിൻ്റെ ഈ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ മാരകമായി എന്ത് കുടിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല, തന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് പീഡാകാലത്തിൽ അയക്കുന്ന ഈ ന്യായവിധിയുടെ നടുവിലും ഈ കയ്പുള്ള വെള്ളം കുടിച്ചാലും അവർക്ക് മരിക്കാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അവിടെ വളരെ അവസാനം വരെയുള്ള പിടിച്ചുനിൽപ്പും ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മർക്കോസ് 16-ാം അധ്യായം 18-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് മാരകമായി എന്ത് കുടിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ സർപ്പത്തെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യമാകും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നിവൃത്തി സംഭവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ പീഡാകാലമാണ്. കർത്താവ് പ്രവചിച്ച ആ പീഡാകാലത്തിൽ യഹൂദൻ കടക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം അതല്ല. നമ്മളോട് ഇത് പിശാചിനെ പുറത്താക്കുവാനോ പൊതുഭാഷകളിൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കാനോ വിഷം കുടിച്ചാലും നിങ്ങൾ മരിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ച് നിങ്ങൾ സൗഖ്യം വരുമെന്നോ ഇതൊന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തിൽ നമ്മളെ ദൈവം കാക്കും. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ആവശ്യമാണെങ്കിൽ ദൈവം അത് ചെയ്യും. അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരിക്കലും നിർബന്ധ ബുദ്ധിയോടുകൂടി ദൈവം എനിക്കത് ചെയ്തു തരണം എന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. മറിച്ച് അപേക്ഷിക്കുവാനാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനറിയാം അപേക്ഷിക്കുമ്പോൾ അത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ദൈവം അത് ചെയ്യും. നമുക്കറിയാം, പൗലോസ് ഒരു കാലത്ത് തൻ്റെ നെറ്റിയിൽ കെട്ടിയിരിക്കുന്ന തുവാല പോലും കൊണ്ടിട്ട് സൗഖ്യം കൊടുത്ത ചരിത്രം നമുക്കറിയാം. അതേ പൗലോസ് തൻ്റെ കൂടെയുള്ള ത്രോഫിമോസിനെ മിലോത്തോസിൽ വിട്ടിട്ട് പോയി. താൻ രോഗിയായ ത്രോഫിമോസിനെ മിലോത്തോസിൽ വിട്ടിട്ട് പൗലോസ് മറ്റൊരിടത്തിലേക്ക് പോവുകയാണ്. തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്റെ ഉദരസംബന്ധമായ അസുഖം കൂടെ കൂടെ അലട്ടുന്നത് കൊണ്ട് നീ അല്പം വീഞ്ഞ് കഴിച്ചുകൊള്ളുക. എന്തേ പൗലോസേ, തുടക്ക സമയത്ത് ചുട്ട കോഴിയെ പറപ്പിച്ച അങ്ങേക്ക് ഈ ഒരു ഉദരസംബന്ധമായ അസുഖം മാറ്റുവാനോ ത്രോഫിമോസിൻ്റെ ചെറിയൊരു അസുഖം മാറ്റുവാനോ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിൽ ദൈവം അപ്പോസ്തലന്മാരിലൂടെ ചെയ്യുവാൻ, അപ്പോസ്തലന്മാരുടെ അധികാരം വ്യക്തമാക്കുവാൻ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അധികാരങ്ങളുണ്ട്. അത് സ്ഥാപിച്ചതിന് ശേഷം വീണ്ടും ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ളത് വരുമ്പോൾ അപൂർണമായിട്ടുള്ളത് അസ്തമിച്ചു പോകുന്നു. കാരണം അപ്പസ്തോല അധികാരത്തിനായിട്ട് വീര്യപ്രവൃത്തികളും മറ്റുള്ള കാര്യങ്ങളും ആവശ്യമാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങളും കാര്യങ്ങളൊക്കെയും പൗലോസിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് അപ്പസ്തോലന്മാരിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ആ ഒരു രീതിയിലാണ് പൗലോസിൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ആ കൃപാവരങ്ങൾ അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാനുള്ള കഴിവ് ഒന്നും പൗലോസിന് ദൈവം കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായാൽ എൻ്റെ ദുഃഖത്തിന്മേൽ ദുഃഖമാകാതിരിക്കുവാൻ ദൈവം അവന് സൗഖ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലാതെ താൻ കൈവച്ചപ്പോൾ സൗഖ്യമായി എന്നല്ല പറയുന്നത്. ഇതിനെ തരംതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. എന്തിന്, ഏതിന്, എങ്ങനെ, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി ദൈവം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ നാം ഇപ്പോൾ എന്താണ് ചിന്തിച്ചത്? ഇന്ന് ദൈവസഭയ്ക്ക്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് അന്യഭാഷയും അല്ലെങ്കിൽ പ്രവചനങ്ങളും അല്ലെങ്കിൽ ഇന്ന് രോഗശാന്തി ശുശ്രൂഷ മീറ്റിങ്ങുകളും ഒന്നും തന്നെ നമുക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടു കൂടി അറിയിക്കുക അത്രേ വേണ്ടത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് നൽകും. സൗഖ്യം നൽകേണ്ട കേസാണെങ്കിൽ ദൈവ സൗഖ്യം നൽകും. അല്ലാതെ ബാനർ വെച്ച് ഇവിടെ വരുന്നവർക്കെല്ലാം രോഗശാന്തി ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാനർ വയ്ക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. മറിച്ച് നാം ദൈവമക്കളാണ്, നമ്മുടെ പിതാവാണ് ദൈവം. ആ ദൈവത്തോട് ഒരു മകൻ അപ്പനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ, എനിക്ക് അസുഖം വന്നാൽ, കഴിഞ്ഞ ആഴ്ച കൂടി എനിക്ക് അസുഖം വന്ന് പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു, അവിടെയെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക സിദ്ധി ദൈവം അങ്ങനെ തന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ ഇത് വ്യാജമായി വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മായാവികൾ എന്ന് പറഞ്ഞാൽ കപടനാട്യക്കാർ അനേകരെ വഞ്ചിച്ച് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുവിശേഷം പറയുമ്പോൾ അത് കേൾക്കുവാൻ മനസ്സില്ല. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിൽ വിശ്വസിക്കും. അങ്ങനെ സംഭവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായം, തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളയാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. കേട്ടോ, സത്യം വിശ്വസിച്ച് രക്ഷപ്പെടാൻ കഴിയാത്തവർക്ക് വ്യാജം കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് പോകണം. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു, എന്നിട്ടും അവർ പറഞ്ഞു ഇനി ആകാശത്തു നിന്നൊരു അടയാളം കാണിക്കണം എന്ന് പറഞ്ഞാൽ പണ്ട് മോശയും ഏലിയാവൊക്കെ ഇറക്കിയതുപോലെ തീ ഇറക്കി കാണിക്കണമെന്നാണ് പറഞ്ഞത്. കർത്താവ് ഈ കാലഘട്ടത്തിൽ തീ ഇറക്കാനല്ല വന്നത്, മനുഷ്യരെ രക്ഷിക്കാനാണ് വന്നത്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവൻ ആകാശത്ത് നിന്ന് തീയിറക്കി അനേകരെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യം അവിടെ പൂർണ്ണമാവുകയാണ്. മനസ്സിലായോ? ഇവിടെ ഇതാ സത്യം വിശ്വസിച്ച്, ഇന്ന് സത്യസുവിശേഷം, നിർമ്മല സുവിശേഷമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. കൃപയാൽ ഒരു പ്രവൃത്തിയും കൂടാതെ സൗജന്യമായിട്ടുള്ള രക്ഷ. എന്നാൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർ അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും അന്യഭാഷയുടെയും പിറകെ ഓടി, വ്യാജത്തിൻ്റെ പിറകെ ഓടി, വ്യാജം കേട്ട് വിശ്വസിച്ച് നാശത്തിലെത്തിച്ചേരുവാൻ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുവാൻ വ്യാജത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുമെന്നാണ് പറയുന്നത്. വളരെ അപകടം നിറഞ്ഞൊരു അവസ്ഥയാണത്. സത്യസുവിശേഷം കേട്ട് ഇന്ന് രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തവരെ കാത്തിരിക്കുന്നത് വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും, അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ആകാശത്ത് നിന്ന് തീയിറക്കി വരെ അനേകരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതെ എതിർ ക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിനും വരുകയാണ്. ലോകം അതിൻ്റെ പുറകെ നിൽക്കും.
അതുകൊണ്ട് ഈ വ്യാജമായ ശുശ്രൂഷകളിൽ നിന്നും സത്യമായിട്ടുള്ള വചനത്തിലേക്കും ദൈവിക ശുശ്രൂഷകളിലേക്കും കടന്നു വന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.